ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ജൂൺ 18, ഇന്ന് ഇയർ എൻഡ് പാർട്ടിയാണ്. അപ്പോൾ രാവിലെ തന്നെ റെഡിയായി സ്കൂളിൽ പോവാണ്. ഞാൻ ബസ് സ്റ്റോപ്പിൽ എത്തി, ബസ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ് കേട്ടോ. സ്കൂളിൽ എത്തിയതിന് ശേഷം അത്യാവശ്യം വർക്ക്സൊക്കെ കംപ്ലീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അതിനുശേഷം ആഫ്റ്റർനൂൺ ലഞ്ചിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ഷാർജ സെൻട്രൽ മോളിൽ പോയത്. ഡ്രസ്സിന് ഒരുപാട് കോംപ്ലിമെൻറ്റ്സ് കിട്ടിയായിരുന്നു. ഒരുപാട് പേര് എന്നോട് ചോദിച്ചു ഇൻസ്റ്റയിൽ എവിടെ നിന്നാണ് മേടിച്ചതെന്ന്. സ്പ്ലാഷ് എന്നാണ് കേട്ടോ മേടിച്ചത്. പാർട്ടി ഡേ ആയതുകൊണ്ട് തന്നെ എല്ലാവരും നല്ല അടിപൊളിയായിട്ട് ഡ്രസ്സൊക്കെ ചെയ്താണ് വന്നത്. നല്ല കളർഫുള്ളായിട്ട് എല്ലാവരെയും ഇങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. മോളിൽ പോയപ്പോൾ അവിടെ സുഡിയോയുടെ ഔട്ട്ലെറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ജസ്റ്റ് കയറി കളക്ഷൻസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത്, അത്യാവശ്യം നല്ല കളക്ഷൻസൊക്കെ ഉണ്ട്. ഈ ഇയർ എൻഡ് പാർട്ടി എന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. വേറൊന്നും കൊണ്ടല്ല, കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് വെക്കേഷൻ സ്റ്റാർട്ടാവും, നാട്ടിൽ പോവാം, സമ്മർ വെക്കേഷൻ നല്ല ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാമെന്നൊക്കെ ഓർത്തിട്ട് ടീച്ചേഴ്സിനെല്ലാം ഇത് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്ക് മച്ച് നീഡഡ് ആയിട്ടുള്ളൊരു ബ്രേക്കാണ് ഈ സമ്മർ ബ്രേക്ക് എന്ന് പറയുന്നത്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇങ്ങനെ ഡേയ്സ് കൗണ്ട് ചെയ്തിരിക്കുകയാണ് നാട്ടിൽ പോകാനായിട്ട്. അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ബാർബിക്യൂ നേഷനിൽ എത്തിയിട്ടുണ്ട്. സ്റ്റാർട്ടേഴ്സൊക്കെയാണ് കേട്ടോ ആദ്യം വന്നത്. സ്റ്റാർട്ടേഴ്സ് അത്യാവശ്യം നല്ലതായിരുന്നു. മെയിൻ കോഴ്സായിട്ട് ഞാൻ ബിരിയാണിയാണ് കേട്ടോ എടുത്തത്. ബിരിയാണി നല്ലതായിരുന്നു, ഭയങ്കര ഒരുപാട് ഫ്ലേവേർഡ് ആയിരുന്നില്ല റൈസ്. എനിക്കിവിടുത്തെ ഫിഷ് ബാർബിക്യൂ ഒരുപാട് ഇഷ്ടമായി കേട്ടോ. നല്ല ടെൻഡർ മീറ്റായിരുന്നു. ആ ഡെസേർട്ട് എടുത്തതിൽ പകുതിയും ഞാൻ കഴിച്ചില്ല. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് ഞങ്ങൾ ലാസ്റ്റ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിട്ടിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തൊക്കെയോ പറഞ്ഞ് ചിരിക്കുന്നുണ്ട്. എന്താ പറഞ്ഞതെന്നൊന്നും വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ആക്ച്വലി എനിക്ക് ഓർമ്മയില്ല. ബട്ട് നല്ലൊരു ദിവസമായിരുന്നു, ഒരുപാട് എൻജോയ് ചെയ്തു. എനിക്ക് ലാസ്റ്റ് ഇയർ എൻഡ് പാർട്ടിയുടെ വീഡിയോ ആണ് പെട്ടെന്ന് ഓർമ്മ വന്നത് കേട്ടോ. ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ കണ്ടിട്ടില്ലാത്തവർ ന്യൂ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനലിൽ പോയി ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് ഇയറിൻ്റെ. അതിലുണ്ടായിരുന്ന കുറേ പേര് ഇപ്പോൾ ഈ വീഡിയോയിലില്ല കേട്ടോ. കുറേ പേര് വേറെ ജോലിയൊക്കെ കിട്ടി, വേറെ സ്കൂൾസിലോട്ട് പോയി. കുറേ ന്യൂ ഫേസസ് ഉണ്ട് ഈ വീഡിയോയിൽ. എനിക്ക് ജസ്റ്റ് വന്നൊരു തോട്ടെന്ന് പറഞ്ഞാൽ ലൈഫ് അങ്ങനെയാണല്ലേ, ഡെയിലി നമ്മൾ പുതിയ പുതിയ ആൾക്കാരെ കാണും. ആ പുതിയ ഫേസസിൽ കുറേ പേര് ചിലപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടായിട്ട് മാറും. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് നമ്മൾ ഫോട്ടോസും റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫോട്ടോസൊക്കെ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്ക്. അപ്പോൾ ഇത് ഞങ്ങളുടെ പ്രിൻസിപ്പളാണ് കേട്ടോ, സമീറ മാം. ഫസ്റ്റ് ടൈമാണ് മാം യൂട്യൂബ് വീഡിയോയിൽ വരുന്നത്. ഈ ടൈം ഞാൻ മാമിനോട് ചോദിച്ചായിരുന്നു വീഡിയോ റെക്കോർഡ് ചെയ്യട്ടെ എന്ന്. അങ്ങനെ ഒരു അക്കാഡമിക് സെക്ഷൻ കൂടി വൈൻഡപ്പായി. എത്ര പെട്ടെന്നാണ് ഒരു വർഷം പോയതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അത്ര എളുപ്പമായിരുന്നില്ല. ഈ ഇയർ അത്യാവശ്യം നല്ല സ്ട്രഗ്ലിങ് ഉണ്ടായിരുന്നു. ഇൻസ്പെക്ഷനൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ എൻ്റെ ഫസ്റ്റ് ഇൻസ്പെക്ഷൻ ആയിരുന്നു. ബട്ട് ബൈ ഗോഡ്സ് ഗ്രേസ് എവറിത്തിങ് വെൻറ്റ് വെൽ. ഇനി പുതിയ അക്കാഡമിക് സെക്ഷൻ തുടങ്ങുമ്പോൾ എല്ലാം പുതിയതായിരിക്കും. സോ വെയിറ്റിംഗ് ഫോർ ദ നെക്സ്റ്റ് അക്കാഡമിക് ഇയർ. അപ്പോൾ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. Thanks for watching and stay tuned for the next video. Until then, bye. See you all.